ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 100ാം വാർഷികം ആചരിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. PSC പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന അയിത്തോച്ചാടന സമരം ഉറപ്പായിട്ടും വൈക്കം സത്യാഗ്രഹമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഒരു മാർക്കാണ് ഈ ക്ലാസ് എന്ന് വിചാരിച്ച് മാത്രമേ പഠിക്കാവൂ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് കടക്കാം. ആദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഇത്രയും പ്രാധാന്യം വൈക്കം സത്യാഗ്രഹത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നത്? ഒന്നാമത്തെ പ്രാധാന്യം, ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്ക് ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. പോയിന്റ് ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ തന്നെ സ്ഥളീ ക്ഷേത്ര പ്രക്ഷോഭം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ അതൊരു സംഘടിത സമരം അല്ല. ഓക്കെ, അപ്പൊ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്. രണ്ട്, എന്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? വൈക്കം സത്യാഗ്രഹം നടന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടിയല്ല. അമ്പലത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്ക്. അമ്പലത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. മൂന്നാമത്തെ പ്രത്യേകത, ഇത് എവിടെയാണ് നടന്നത്? വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 കോട്ടയം ജില്ലയിൽ വൈക്കം ശിവക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. സത്യാഗ്രഹം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗാന്ധിജി കൊണ്ടുവന്ന സത്യാഗ്രഹ സമര മാർഗം ഉപയോഗിച്ചുകൊണ്ട് ദക്ഷിണ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. ആ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്ക്. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാർഗം ഉപയോഗിച്ചുകൊണ്ട് ദക്ഷിണ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അതിനേക്കാൾ ഉപരി ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, ആചാര്യ വിനോബ ഭാവെ, സി രാജഗോപാലാചാരി തുടങ്ങിയ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെ പ്രശസ്തമായ സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെയും ഗുരുവിൻ്റെയും രാജഗോപാലാചാര്യയുടെ ഒക്കെ സാന്നിധ്യം ഈ സമരത്തിനുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, 2024 100ാം വാർഷികം ആചരിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നമുക്ക് ആദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് പഠിച്ചെടുക്കാം. വ്യക്തമായി ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. പഠിച്ചേ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം. ദക്ഷിണ ഇന്ത്യയിൽ സത്യാഗ്രഹ സമര മാർഗം സ്വീകരിച്ച് നടന്ന ആദ്യ പ്രക്ഷോഭം. കോട്ടയത്തുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണിത്. മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രക്ഷോഭം. 2024 100ാം വാർഷികം ആചരിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ക്ലിയർ ആണ്? ശരി. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം. ഇനി നമ്മൾ പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാരണം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. ക്ലിയർ ആണ്? അവിടെ ഒരു വലിയ ബോർഡ് അവർ സ്ഥാപിച്ചൊക്കെയാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അവിടെ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ആ ബോർഡിൽ എന്ത് എഴുതിയിരിക്കുന്നു? അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന്. ക്ലിയർ ആണോടെ? അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നത് വൈക്കം ശിവക്ഷേത്രത്തിന്റെ വഴികളിലായിരുന്നു. മുൻവർഷ PSC ചോദ്യം പരിശോധിച്ചാൽ ഒരു ചോദ്യം കാണാം. അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന ബോർഡ് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. കാരണം ഇതാണ് അവിടുത്തെ കാരണം. ഈ ബോർഡ് സ്ഥാപിച്ചതാണെങ്കിൽ 1905 അവിടുത്തെ കോട്ടയം ഡിവിഷൻ പേഷ്കാറായിരുന്ന KP ശങ്കരമേനോൻ എന്ന ആളാണ്. കോട്ടയം ഡിവിഷൻ പേഷ്കാറായിരുന്ന KP ശങ്കരമേനോൻ എന്ന ആളാണ് ഈ ഒരു ബോർഡ് അവിടെ കൊണ്ടുവച്ചത്. അതായത് വൈക്കം ശിവക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിന്റെ 4 വശത്തൂടെയുള്ള വഴികൾ താഴ്ന്ന ജാതിക്കാർക്ക് തുറന്നു കൊടുക്കില്ല. എന്നാൽ അവിടെ ഹിന്ദു മതത്തിലുള്ള ഉയർന്ന ജാതിക്കാർക്ക് നടക്കാം, മുസ്ലിം മതവിശ്വാസികൾക്ക് നടക്കാം, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നടക്കാം. പക്ഷേ ഹിന്ദു മതത്തിലെ അവർണർക്ക് നടക്കാനുള്ള അനുവാദം ഇല്ല. ഇങ്ങനെയുള്ള നീചമായ അനാചാരത്തിനെതിരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് കാരണം ചോദിച്ചാൽ ഈ അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന ബോർഡും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതുമാണ് കാരണം. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നൊരുക്കമാണ് നമ്മൾ പഠിക്കേണ്ടത്.
ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ശ്രദ്ധയും സാന്നിധ്യവും ഉണ്ടായിരുന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 1921 തിരുനെൽവേലിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്തത്തെയും ജാതി വ്യവസ്ഥയും തുടർന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഗാന്ധിജിയെ ധരിപ്പിച്ച നവോത്ഥാന നായകനാണ് TK മാധവൻ. അതായത് കേരളത്തിലെ ജാതി വ്യവസ്ഥയും ഐത്തവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ ഗാന്ധിജിക്ക് നൽകിയ നവോത്ഥാന നായകനാണ് ആര്? TK മാധവൻ. ഏത് വർഷം? 1921 തിരുനെൽവേലിയിൽ വെച്ച്. എവിടെ വെച്ചാണ്? തിരുനെൽവേലിയിൽ വെച്ച്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വച്ച് ഗാന്ധിജിയെ കണ്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ കേരള നേതാവ് ആരാണ്? TK മാധവൻ. 1921 തിരുനെൽവേലി, TK മാധവൻ, ഗാന്ധിജി. തുടർന്ന് 1923 കാക്കിനട എന്ന സ്ഥലത്ത് വെച്ച് INC സമ്മേളനം നടന്നു. 1923 കാക്കിനട സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. ഈ സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം പാസാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി ദേശവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് 1923 കാക്കിനട സമ്മേളനത്തിലാണ്. 1923 കാക്കിനട സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അധ്യക്ഷൻ. അതിൽ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ നവോത്ഥാന നായകനാണ് TK മാധവൻ. അപ്പോൾ TK മാധവനെ കുറിച്ചുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. 1921 തിരുനെൽവേലി വെച്ച് ഗാന്ധിജി അദ്ദേഹം കണ്ടുമുട്ടുന്നു. അതുപോലെ തന്നെ 23 കാക്കിനാട സമ്മേളനത്തിൽ കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം പാസാക്കി. ആ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി TK മാധവനാണ്. അങ്ങനെ ദേശവ്യാപകമായി ഐത്തത്തിനെതിരെ പോരാടാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924 എറണാകുളത്ത് ഐത്തോച്ചാടന സമിതി രൂപീകരിച്ചു. 1924 എറണാകുളത്ത് വെച്ച് ഐത്തോച്ചാടന സമിതി രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷൻ K വേലപ്പൻ എന്ന നേതാവായിരുന്നു. ആരായിരുന്നു? K വേലപ്പൻ. എന്നാൽ പ്രചാരണ സമിതി അധ്യക്ഷൻ TK മാധവനായിരുന്നു. പ്രചാരണ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? TK മാധവനായിരുന്നു പ്രചാരണ സമിതി അധ്യക്ഷൻ. ഇനി സമരത്തിന്റെ ആരംഭം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. 25 തവണ ഇത് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. കാരണം PSC കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ച ഒരു 10 ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ദിവസം. തെറ്റിക്കരുത്. 1924 മാർച്ച് 30. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടന INC എന്നുണ്ടെങ്കിൽ INC എഴുതുക, അല്ലെങ്കിൽ അതിന്റെ തന്നെ കേരളത്തിന്റെ വിങ്ങായ KPCC ഉണ്ടെങ്കിൽ KPCC എഴുതുക. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് INC ആണ്, അല്ലെങ്കിൽ KPCC ആണ്. തിരുവിതാംകൂറിൽ ആ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്താണ്. പക്ഷേ പിൽക്കാലത്ത് ഇദ്ദേഹം നാട് നീങ്ങുന്നു. പകരം അധികാരത്തിൽ എത്തേണ്ടിയിരുന്നത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ റാണി സേതുലക്ഷ്മി ബായി റീജന്റ് ഭരണാധികാരിയായി അധികാരത്തിൽ വന്നു. അവരായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാൾ, അവസാനിക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായി. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1924 മാർച്ച് 30. KPCCയുടെ അല്ലെങ്കിൽ INCയുടെ നേതൃത്വത്തിൽ നടന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നമുക്കറിയാം. നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനകത്തുണ്ട്. ഒന്ന്, മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു. KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ, TK മാധവൻ, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള, K കേളപ്പൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കുക. മന്നത്ത് പത്മനാഭനുണ്ട്, KP കേശവമേനോനുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്, TK മാധവനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള, K കേളപ്പൻ എന്നിവരായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. എങ്ങനെയാണ് ഈ സമരം ഇവർ കണ്ടക്ട് ചെയ്തത്, ഈ സത്യാഗ്രഹം അവർ കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, വൈക്കം ക്ഷേത്രത്തിന്റെ 4 വഴികൾ, അതായത് കിഴക്കേ, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് വഴിയുള്ള നടകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അവർണർക്ക് നിഷേധിച്ചിരുന്നു. അവിടെ ഒരു പലകയും വെച്ചിരുന്നു, ഐത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനം ഇല്ല എന്നുള്ള പലക. അപ്പോൾ ഈ വഴി ആളുകൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കാവൽക്കാർ ഈ സമരം തുടങ്ങിയതിന് ശേഷം ചെക്ക് ചെയ്യും,
ഏതാണ് ജാതി എന്നൊക്കെ ചോദിക്കും. താഴ്ന്ന ജാതിയാണെങ്കിൽ പ്രവേശനം ഇല്ല, ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സത്യാഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും, അതായത് 1924 മാർച്ച് 30 ആരംഭിക്കുന്നത്, അന്ന് മുതൽ എല്ലാ ദിവസവും താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും മിക്സ് ചെയ്തുള്ള 3-4 ആളുകൾ ഈ അമ്പലത്തിന്റെ വഴിയിലോട്ട് കയറിപ്പോകും. അപ്പൊ അവിടെ നിൽക്കുന്നവർ ഇവരെ തടയും. അതിൽ ഉയർന്ന ജാതിക്കാരനെ മാത്രം അകത്ത് കയറ്റാൻ ശ്രമിക്കും, താഴ്ന്ന ജാതിക്കാരെ അവർ മാറ്റി നിർത്തും. അപ്പൊ ഇതിൽ പോയ ഒരു ഉയർന്ന ജാതിക്കാരൻ കാണുമല്ലോ ഈ സത്യാഗ്രഹത്തിലുള്ള, അയാള് ഈ താഴ്ന്ന ജാതിക്കാരെയും വിളിച്ചിട്ട് നിർബന്ധപൂർവ്വം അകത്തോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കും. അത് പിന്നെ ചിലപ്പോൾ കലാപവും തല്ലാവും. ഇങ്ങനെയാണ് ഓരോ ദിവസവും ഈ സത്യാഗ്രഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട താഴ്ന്നതും ഉയർന്നതുമായ ജാതിയിൽ നിന്നുള്ള ആളുകൾ ഈ വഴിയിലേക്ക് കടന്നു ചെല്ലുകയും ഉയർന്ന ജാതിക്കാർക്ക് പ്രവേശനം നൽകുമ്പോൾ അവർ ഈ താഴ്ന്ന ജാതിക്കാരെയും കൂടെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, 1924 മാർച്ച് മാസം 30 വൈക്കം സത്യാഗ്രഹത്തിന് തുടങ്ങുന്ന ദിവസം പോയ സമര അനുകൂലികൾ അല്ലെങ്കിൽ സത്യാഗ്രഹികൾ ആരൊക്കെ? 3 പേരാണ് ആദ്യം ആ വഴിയിലോട്ട് പോയത്. 1 കുഞ്ഞാപ്പി, 2 ബാഹുലേയൻ, 3 ഗോവിന്ദ പണിക്കർ. മുൻവർഷ PSC പരീക്ഷയുടെ ചോദ്യമാണ്. നിസ്സാരമായിട്ട് കാണരുത്, നിസ്സാരമായിട്ട് കാണരുത്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിനത്തിലെ സത്യാഗ്രഹികൾ എന്ന് പറഞ്ഞാൽ ആദ്യ ദിനം ആ വഴിയിലോട്ട് പോയ 3 പേരാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഒന്നുകൂടി ആ പേരുകളെല്ലാം മനസ്സുണ്ടെന്ന് പറയും. കുഞ്ഞാപ്പിയുണ്ട്, ബാഹുലേയനുണ്ട്, ഗോവിന്ദ പണിക്കരുണ്ട്. കണ്ടോ, കുഞ്ഞാപ്പി പുലയ സമുദായത്തിലെ ആളാണ്, ബാഹുലേയൻ ഈഴവ സമുദായത്തിലെ ആളാണ്, ഗോവിന്ദ പണിക്കർ നായരാണ്. ഇതിൽ ഗോവിന്ദ പണിക്കർക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഗോവിന്ദ പണിക്കർ എന്ത് ചെയ്യും? ഈ കുഞ്ഞാപ്പിയെയും ബാഹുലേനെയും കൂടെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറാൻ ശ്രമിക്കും. ഇത് പ്രതിഷേധമായിട്ട് മാറും. ഇങ്ങനെ ഓരോ ദിവസവും പോകുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പകരം പുതിയ ആളുകൾ പോകുന്നു. അതിൽ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരുണ്ട്. ഇങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ഒരാളെന്ന നിലയ്ക്കും അർത്ഥം എന്ന നിലയ്ക്കും, അർത്ഥം എന്ന് പറയുന്നത് സമ്പത്താണ്, അതായത് അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു വൈക്കത്ത്, വെല്ലൂർ മഠം എന്നാണ് ആശ്രമത്തിന്റെ പേര്. അത് സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹ സമയത്ത് സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം ഏതാണെന്ന് ചോദിച്ചാൽ വെല്ലൂർ മഠം. തെറ്റിക്കരുത്, ഏതാണ്? വെല്ലൂർ മഠം. 1000 രൂപ അദ്ദേഹം ഈ സത്യാഗ്രഹ സമിതിക്ക് ഫണ്ടായിട്ട് നൽകി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനയാണ്. 924 കഥയാണ്. ചിലപ്പോൾ ഇന്നത്തെ ഒരു 10 ലക്ഷം രൂപയോളം വാല്യൂ ഇതിനുണ്ടാവും. അപ്പം ശ്രീനാരായണ ഗുരു 1000 രൂപ ഫണ്ട് നൽകി വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമമായി അനുവദിച്ചു. പൂർണ്ണ പിന്തുണ വൈക്കം സത്യാഗ്രഹത്തിന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയിലോട്ട് വരികയാണെങ്കിൽ ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനം തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനം തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ 25 മാർച്ചിൽ വന്നപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന വിഷയത്തിന് വേണ്ടി മാത്രമാണ് ഗാന്ധിജി വന്നത്. ആ വരവിലാണ് ശ്രീനാരായണ ഗുരുവുമായും അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി 25 ശ്രീമൂലം തിരുനാൾ നാട് നീങ്ങി ചർച്ച നടത്തുന്നു. 925 വന്നപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയുമായിരുന്നു. സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. വെല്ലൂർ മഠം ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം അനുവദിച്ചു കൊടുത്തിരുന്നു. 1000 രൂപ ഫണ്ട് നൽകി. ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 925 മാർച്ചിൽ ഗുരുവുമായും സേതുലക്ഷ്മിബായുമായി ഗാന്ധിജി ചർച്ച നടത്തി. സി രാജഗോപാലാചാരി, മഹാദേവ് ദേശായി തുടങ്ങിയവർ ഗാന്ധിജിയോടൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം EV രാമസ്വാമി നായ്ക്കർ, തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവാണ്, ദ്രാവിഡ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹിക പരിഷ്കർത്താവാരെന്ന് ചോദിക്കും. തെറ്റിക്കരുത്, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിക്കും. EV രാമസ്വാമി നായ്ക്കറാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം വരെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് ജാഥ നയിച്ച് വൈക്കം വരെ എത്തിയ ആളാണ് EV രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്തൈ പെരിയോർ എന്നാണ്. പെരിയോർ അല്ലെങ്കിൽ തന്തൈ പെരിയോർ എന്നറിയപ്പെടുന്ന ആൾ EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹിക പരിഷ്കർത്താവാണ് EV രാമസ്വാമി നായ്ക്കർ. ഭാര്യ നാഗമ്മയോടൊപ്പമായിരുന്നു സന്ദർശനം. വൈക്കം വീരനെന്നും വൈക്കം ഹീറോ എന്നല്ല അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം വീരൻ, പരീക്ഷയ്ക്ക് ചോദിക്കേ, വൈക്കം വീരൻ എന്നും വൈക്കം ഹീറോ എന്നല്ല അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പിൽക്കാലത്ത് വൈക്കത്ത് EV രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ EV രാമസ്വാമി നായ്ക്കറും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഈ 3 ഫാക്ട് ഒന്ന് പഠിച്ചേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ സാമൂഹിക പരിഷ്കർത്താവ്, പെരിയോർ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്, മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ഭാര്യ നാഗമ്മയോടൊപ്പമാണ് അദ്ദേഹം വന്നത്.
അതുപോലെ തന്നെ വൈക്കം വീരൻ എന്നും വൈക്കം ഹീറോ എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രതിമ വൈക്കത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, EV രാമസ്വാമി നായ്ക്കർ. അടുത്തൊരു വിഭാഗമാണ് ജനവിഭാഗം. അകാലികൾ എന്നാണ് പേര്. അകാലികൾ എവിടെയുള്ളതാണ്? പഞ്ചാബ്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി പഞ്ചാബിൽ നിന്നെത്തിയ ജനവിഭാഗമാണ് അകാലികൾ. പരീക്ഷയ്ക്ക് ചോദിക്കും. അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്നു എന്ന് മാത്രമല്ല, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സൗജന്യ ഭോജനശാല അഥവാ ഫ്രീ ക്യാൻറ്റീൻ ആരംഭിച്ച വിഭാഗമാണ് അകാലികൾ. പരീക്ഷയ്ക്ക് ചോദിക്കും. വൈക്കം സത്യാഗ്രഹ ക്യാമ്പിൽ സൗജന്യ ഭോജനശാല ആരംഭിച്ച വിഭാഗം ആരാണ്? അകാലികളാണ്. തെറ്റിക്കരുത്. അകാലികളുടെ നേതാവ് ലാൽ സിംഗ് സൗജന്യ ഭക്ഷണശാല ആരംഭിച്ചു. പിന്നീട് ഗാന്ധിജി പറഞ്ഞു അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണശാല ഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, അകാലികളുടെ സാന്നിധ്യത്താൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സമരം വൈക്കം സത്യാഗ്രഹം. അകാലികളുടെ നേതാവ് ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗജന്യ ഭക്ഷണശാല ആരംഭിച്ച വിഭാഗം അകാലികൾ. ഇനി ആചാര്യ വിനോബ ഭാവെ. യഥാർത്ഥത്തിൽ സത്യാഗ്രഹ സമരമാണ് വൈക്കത്ത് നടക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ വശം എങ്ങനെയാണെന്ന് പഠിക്കാൻ ഗാന്ധിജി നിയോഗിച്ച രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു ആചാര്യ വിനോബ ഭാവെ. ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാഷ്ട്രീയ നിരീക്ഷകനായി പ്രവർത്തിച്ച ആളാണ് ആചാര്യ വിനോബ ഭാവെ. ഇനി സവർണ ജാഥകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർണർക്ക് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. പക്ഷേ അതിൽ സവർണരുടെ മനോഭാവം എന്താണെന്ന് തിരിച്ചറിയണം. സവർണരുടെ പിന്തുണ നേടിയെടുക്കണം. അതാണ് ഗാന്ധിജി പറഞ്ഞത്. അവർണർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നതെങ്കിലും സവർണരുടെ പിന്തുണയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സവർണരുടെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയും സവർണരുടെ പിന്തുണ ഗവൺമെന്റിനെ അറിയിക്കുന്നതിന് വേണ്ടിയും സവർണ ജാഥകൾ സംഘടിപ്പിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കും, ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവിതാംകൂറിൽ സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടത്? തെറ്റിക്കരുത്. ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവിതാംകൂറിൽ സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടത്? ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. പ്രധാനമായിട്ടും സവർണ ജാഥ നടന്നത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 വൈക്കത്താണല്ലോ സമരം നടക്കുന്നത്. വൈക്കം മുതൽ എവിടം വരെ? തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഇതേ സമയം തന്നെ തെക്ക് തിരുവിതാംകൂറായ നാഗർകോവിൽ നിന്ന് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ME നായിഡു. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ME നായിഡു. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ. അതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മന്നത്തു പത്മനാഭന്റെ സവർണ ജാഥയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സവർണരുടെ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ മാസം 1 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ നയിച്ച ജാഥയാണ് സവർണ ജാഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേ സമയം തെക്കൻ തിരുവിതാംകൂറായ നാഗർകോവിൽ നിന്ന് സവർണ ജാഥ നയിച്ചത് ME നായിഡു ആണ്. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ. അടുത്തത് വൈക്കം മെമ്മോറിയൽ. മെമ്മോറിയൽ എന്ന് പറയുന്നത് ഒരു ഹർജിയാണ്. വൈക്കം മെമ്മോറിയൽ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് സമരക്കാരുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു ഹർജിയാണ് വൈക്കം മെമ്മോറിയൽ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ്. കാരണം വൈക്കം മെമ്മോറിയൽ സമരത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ നാട് നീങ്ങിയിരുന്നു. അപ്പോൾ വൈക്കം മെമ്മോറിയൽ സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായിയാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള. വൈക്കം മെമ്മോറിയൽ 20,000 പേര് ഒപ്പിട്ടു. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് മറന്നുപോരുത്, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള എന്നാണ്. ഇനി തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് പറയുമ്പോൾ 2 പോയിന്റേ ഉള്ളൂ. ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്, അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ബായി. ആരാണ്? റാണി സേതുലക്ഷ്മി ബായി ആണ്. ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ അവസാനം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, 1924 മാർച്ച് മാസം 30 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1924 മാർച്ച് മാസം 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇത് 1925 നവംബർ മാസം 23 വരെ നീണ്ടുനിന്നു. ഏകദേശം ഒരു 1.5 വർഷത്തോളം കാലം വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 603 ദിവസം നീണ്ടുനിന്നു. എത്ര ദിവസം നീണ്ടുനിന്നു? 603. വൈക്കം സത്യാഗ്രഹം എത്ര മാസം നീണ്ടുനിന്നു ചോദിച്ചാൽ 20 മാസം. ഇതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്
വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്നാണ്. 603 ദിവസം. പക്ഷേ ഈ സമരത്തിന് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 90% ഈ സമരം വിജയം കൈവരിച്ചു. കാരണം ഈ സമരത്തിൻ്റെ അവസാനം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതുലക്ഷ്മി ഭായ് ഒരു വിളംബരം നടത്തി. വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഒഴികെ മറ്റുള്ള എല്ലാ വഴികളിലും സഞ്ചാര സ്വാതന്ത്ര്യം നൽകണം. റാണി പറഞ്ഞ എന്താണ്? കിഴക്കേ നടവഴി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല, എന്നാൽ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് വഴിയുള്ള എല്ലാ വഴികളും എല്ലാ ജാതിക്കാർക്കും കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ റാണി നിർദ്ദേശിച്ചു. തുടർന്ന് ഈ സമരം അവസാനിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം എന്നൊന്ന് ചോദിച്ചാലും വീണ്ടും 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 പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 25 നവംബർ 23-നാണ്. വീണ്ടും പറയുന്നു, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ആരംഭിച്ചത് 24 മാർച്ച് 30-നാണ്. റാണിയുടെ വിളംബരം വന്നതെന്ന് ചോദിച്ചാലും 25 നവംബർ 23-നാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ഡേറ്റും റാണിയുടെ ഈ വിളംബരം വന്നതും 25 നവംബർ 23-നാണ്. പക്ഷേ ഇതേ റാണി തന്നെ, റാണി സേതുലക്ഷ്മി ബായി 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള എല്ലാ വഴികളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. അതായത് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ വഴികളും, അതായത് ഒരു ക്ഷേത്രം ഒഴിവാക്കിയില്ല, തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ വഴികളും താഴ്ന്ന ജാതിക്കാർക്കായിട്ട് തുറന്നു കൊടുത്തത് 1928-ലാണ്. മറ്റത് 1925 നവംബർ 23-ന് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്ക് വശം ഒഴികെയുള്ള മറ്റു റോഡുകൾ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത് 25 നവംബർ 23. എന്നാൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും എല്ലാ നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത് 1928-ലാണ്. അപ്പോൾ 1925 നവംബർ 23-നായാലും 1928-ലായാലും ഈ ഉത്തരവുകളെല്ലാം പുറത്തിറക്കുന്നത് റാണി സേതുലക്ഷ്മി ഭായി ആണ്. മറന്നുപോരുത്, റാണി സേതുലക്ഷ്മി ഭായി ആണ്. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ ആരായിരുന്നു രാജാവ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഇനി PSC പരീക്ഷയ്ക്ക് റെഗുലറായിട്ട് ചോദിക്കാത്തതും എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പരിചയപ്പെട്ട ശേഷം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒന്ന്, പൊതുവഴികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തുറന്നു കൊടുക്കണമെന്ന പ്രമേയം ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ചതാര്? അതായത് പൊതുവഴികൾ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്ന് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് മറന്നുപോല്. എൻ കുമാരൻ എന്ന നേതാവാണ്. ആരാണ്? എൻ കുമാരൻ. എൻ കുമാരൻ്റെ പ്രമേയം എന്തായിരുന്നു? അമ്പലങ്ങളുടെ ചുറ്റുമുള്ള വഴികളായാലും മറ്റു പൊതുനിരത്തുകളായാലും എല്ലാ ജാതിക്കാർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. പക്ഷേ ഈ പ്രമേയം ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്തു. അതായത് പൊതുവഴികൾ തുറന്നു കൊടുക്കണ്ട എന്നാണ് ഒരു താഴ്ന്ന ജാതിക്കാരെ വോട്ട് ചെയ്തത്. അതുകൊണ്ട് ആ ഒറ്റ വോട്ടിന് എൻ കുമാരൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടില്ല. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ചിറ്റേടത്തു ശങ്കുപിള്ള. മറന്നുപോരുത്, ചിറ്റേടത്തു ശങ്കുപിള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് ചിറ്റേടത്തു ശങ്കുപിള്ള. പരീക്ഷയ്ക്ക് ചോദിക്കുക ചിലപ്പോൾ. വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ സമുദായ നേതാവ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത്രയും പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് ആമച്ചാടി തേവൻ എന്നാണ്. ആമച്ചാടി തേവൻ ഒരു പുലയ സമുദായത്തിലെ നേതാവായിരുന്നു. പക്ഷെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സവർണ ഗുണ്ടകളാൽ ഇദ്ദേഹം ആക്രമിക്കപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആമച്ചാടി തേവൻ. പക്ഷേ രക്തസാക്ഷി ചിറ്റേടത്തു ശങ്കുപിള്ള. പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എൻ കുമാരൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്ന സംഭവമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും പൂത്തോട്ട സംഭവം. പരീക്ഷയ്ക്ക് ചോദിക്കേ, തെറ്റിക്കരുത്, റയർ പോയിന്റ് ആണ്. ട്രയൽ റൺ എന്ന് പറഞ്ഞാൽ അതിന് മുന്നോടിയായി നടത്തുന്ന ഒരു സമരം എന്നാണ്. എറണാകുളം ജില്ലയിലെ പൂത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അമ്പലത്തിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം ഇല്ലാത്തതിൻ്റെ പേരിൽ KP കേശവമേനോനും ആമച്ചാടി തേവനും കൂടെ ചേർന്ന് അമ്പലത്തിനകത്ത് കയറാൻ ശ്രമിക്കുകയും അതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. ഇതാണ് പൂത്തോട്ട സംഭവം എന്നറിയപ്പെടുന്നത്. അപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്ന സംഭവമാണ് പൂത്തോട്ട കേസ് അല്ലെങ്കിൽ പൂത്തോട്ട സംഭവം. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ വകുപ്പ് പോസ്റ്റൽ കവർ പുറത്തിറക്കിയ വർഷം 2021-ലാണ്. 2024 എഴുതി വയ്ക്കല്ലേ. 2024 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആചരിച്ചു. പക്ഷേ പോസ്റ്റൽ കവർ പുറത്തിറക്കിയത് 2021-ലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ വിശേഷിപ്പിച്ചതാര്? സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് വേറെ ആരുമല്ല,
ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്, 1806 നടന്ന ദളവാകുളം പ്രക്ഷോഭം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് 100 വർഷം മുമ്പേ വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ കൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവിടെ പ്രതിഷേധിച്ചു. അന്ന് വേലുത്തമ്പി ദളവയായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ. ദളവയുടെ സേന ഇവരെ ആക്രമിക്കുകയും തൊട്ടടുത്തുള്ള ചതുപ്പിൽ ആളുകളെ ചവിട്ടി താഴ്ത്തി കൊല്ലുകയും ചെയ്തു. ഇത് ദളവാകുളം സംഭവം അല്ലെങ്കിൽ ദളവാകുളം പ്രക്ഷോഭം എന്നറിയപ്പെടുന്നു. 1806 നടന്നത്. ചില പുസ്തകങ്ങൾ 1805 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 805, 806 കാലയളവിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ദളവാകുളം പ്രക്ഷോഭം. ദളവാകുളം പ്രക്ഷോഭവും ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം ക്ഷേത്രം. ഒരു കണക്കിന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രക്ഷോഭം കൂടിയാണ് ദളവാകുളം പ്രക്ഷോഭം. അവർണരുമായി സമ്പർക്കം പുലർത്തിയെന്ന പേരിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച കേരളത്തിലെ കോവിലകം ഏതാണ്? അതായത് ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഒരു മനയാണ് ഇണ്ടം തുരുത്തി മന. ഇണ്ടം തുരുത്തി മന. ഈ മനയിൽ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഗാന്ധിജി ശ്രമിച്ചുവെങ്കിലും മനയിൽ ഗാന്ധിജിയെ കയറ്റിയില്ല. ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയവരാണ് ഇണ്ടം തുരുത്തി മനയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അവർണരുമായി സമ്പർക്കം പുലർത്തിയെന്ന പേരിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച കേരളത്തിലെ കോവിലകത്തിൻ്റെ പേരാണ് ഇണ്ടം തുരുത്തി മന. തെറ്റിക്കരുതേ, ഇണ്ടം തുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്ന മലയാള പത്രമാണ് സമദർശിനി. തെറ്റിക്കരുത്, സമദർശിനി. സ്ഥാപകൻ കുന്നംകുളത്ത് രാമൻ മേനോൻ എന്ന ആളാണ്. രാമൻ മേനോൻ. കുന്നംകുളത്ത് രാമൻ മേനോനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്ന പത്രമായ സമദർശിനിയുടെ സ്ഥാപകൻ. കുന്നംകുളത്ത് രാമൻ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്ന ഗാന്ധിജിയുടെ പത്രമാണ്, തെറ്റിക്കരുത്, യങ് ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന പത്രമാണ് യങ് ഇന്ത്യ. യങ് ഇന്ത്യയിൽ എഡിറ്ററായി പ്രവർത്തിച്ച വ്യക്തിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, മലയാളിയായ ജോർജ് ജോസഫ്. ഇദ്ദേഹവും വൈക്കം സത്യാഗ്രഹത്തിലെ പങ്കാളിയായിരുന്നു. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ജോർജ് ജോസഫ്. ഇദ്ദേഹം യങ് ഇന്ത്യയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്ന ഗാന്ധിജിയുടെ പത്രം യങ് ഇന്ത്യ, അതിൽ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിനനുബന്ധിച്ച് വാർത്തകൾ നൽകിയിരുന്ന മലയാള പത്രം സമദർശിനി, കുന്നംകുളത്ത് രാമൻ മേനോൻ. അവർണരുമായി സമ്പർക്കം പുലർത്തിയെന്ന പേരിൽ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച മനയാണ് ഇണ്ടം തുരുത്തി മന. 1806 ദളവാകുളം പ്രക്ഷോഭം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെയാണ്. 2021 പോസ്റ്റൽ കവർ പുറത്തിറക്കി. പൂത്തോട്ട സംഭവം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ട്രയൽ റൺ ആണ്. വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ സമുദായ നേതാവാണ് ആമച്ചാടി തേവൻ. ആ രക്തസാക്ഷി ചിറ്റേടത്തു ശങ്കുപിള്ള. പൊതുവഴികൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ്. ഇനി കേരള ചരിത്രം, എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എടുക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പഠിച്ചു പോവാം. സുപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം ആയിരുന്നു അയിത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം. ടി കെ മാധവന് പുറമെ കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയ സമുന്നതരായ മറ്റു നേതാക്കന്മാരും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. സമരത്തിന് പിന്തുണയേകിയ സവർണ ഹിന്ദുക്കൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമായിരുന്നു. ജാഥാംഗങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് മഹാറാണി സേതുലക്ഷ്മി ബായിയെ സന്ദർശിച്ചു. തങ്ങളുടെ ആവശ്യം ബോധിപ്പിച്ചു. കാലക്രമേണ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണജാഥയും ആത്യന്തികം പ്രയോജനകരമായി. സത്യാഗ്രഹം 20 മാസം നീണ്ടുനിന്നു. സത്യാഗ്രഹികൾ അറസ്റ്റിനും മർദ്ദനത്തിനും ഇടയായി. ഒടുവിൽ മഹാത്മാഗാന്ധി ഇടപെടുകയാൽ സമരം 1925 വിജയകരമായി പര്യവസാനിച്ചു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. അവർണ ഹിന്ദുക്കൾക്ക് വൈക്കത്ത് അനുവദിച്ചു കിട്ടിയ ഈ സൗജന്യം അവർക്ക് തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉടനെ ലഭിക്കുകയുണ്ടായില്ല. ആകയാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയകരമായ പര്യവസാനത്തെ തുടർന്ന് തിരുവിതാംകൂറിലെ തന്നെ മറ്റു സ്ഥലങ്ങളായ അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം മുതലായ കേന്ദ്രങ്ങളിലെ ക്ഷേത്ര നിരത്തുകളിലും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. 1928 ആയപ്പോൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും ജാതി പരിഗണന കൂടാതെ സമസ്ത ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. ഭരണാധികാരിയുടെ പേര് മറന്നുപോകരുത്, റാണി സേതു ലക്ഷ്മി ഭായ്. അവരാണ് എല്ലാ അമ്പലങ്ങളുടെയും ചുറ്റുമുള്ള എല്ലാ വഴികളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്ത 1928. ഇനി
+2 പാഠപുസ്തകത്തിൽ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഭാഗം ഇതാണ്. ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു 924-25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ തുടങ്ങിയ സുപ്രധാന നേതാക്കൾ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ, അതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഈ സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. ഈ ജാഥയിൽ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണി സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. തുടർന്ന് 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന് 3 വശങ്ങൾക്ക് കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. അപ്പം കിഴക്കേ നട ഒഴിച്ചിട്ടിട്ടാണ് സഞ്ചാര സ്വാതന്ത്ര്യം അന്ന് അനുവദിച്ചത്. പിന്നീട് തുടർച്ചയായി മറ്റു സമരങ്ങൾ നടന്നതിനെ തുടർന്നാണ് 928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലുള്ള ഒരു പോയിന്റ് പോലും നിങ്ങൾ തെറ്റിക്കരുത്, മറന്നു പോകരുത്. ഇതിൽ നിന്ന് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. ഇനി നമ്മൾ കടക്കുന്നത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തി ആർജിച്ച പ്രക്ഷോഭമായിരുന്നിട്ടുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിലേക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുമ്പ് ഇതുപോലെ നടന്ന പ്രശസ്തമായ ഒരു സത്യാഗ്രഹമാണ്, നിങ്ങൾക്കറിയാം, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അമ്പലത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം സഞ്ചാര സ്വാതന്ത്ര്യം അല്ല. വ്യക്തമായി ശ്രദ്ധിക്കണേ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം സഞ്ചാര സ്വാതന്ത്ര്യമല്ല, പിന്നെ എന്താണ്? എല്ലാ ഹിന്ദുക്കളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം. ക്ഷേത്രപ്രവേശനം എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വ്യക്തമായി പറഞ്ഞു തന്നു, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം. ക്ലിയർ ആണ്? ശരി. അപ്പോൾ സത്യാഗ്രഹത്തിലേക്ക് കടന്നാൽ നമ്മൾ പഠിച്ച കാര്യമാണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം, അവർണർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക. ഇതിന് നേതൃത്വം നൽകിയത് KPCC ആണ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് പൊന്നാനി താലൂക്കിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കേ, ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഏത് താലൂക്കിലാണ്? പൊന്നാനി എന്ന താലൂക്കിലാണ്. 1931 ആരംഭിച്ച് 32 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1931 നവംബർ 1 ആരംഭിച്ചു. തെറ്റിക്കരുതേ, 32 ഗാന്ധി ജയന്തിയിലന്ന് അവസാനിപ്പിച്ചു, ഒക്ടോബർ മാസം 2-ാം തീയതി. ശരി. ഇനി സമരത്തിൻ്റെ ആരംഭം. സമരത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് KPCC എന്ന സംഘടനയാണ്. വ്യക്തമാണേ. ആ KPCCയുടെ 1931 വടകരയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനമെടുത്തത്. എക്സാമിന് ചോദിക്കും, ഉറപ്പ്. എവിടെ വച്ചു നടന്ന KPCC സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനിച്ചത്? വടകരയിൽ ചേർന്ന KPCC സമ്മേളനം 31. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് JM സെൻഗുപ്ത എന്ന ആളാണ്. ആരാണ്? JM സെൻഗുപ്ത. അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആശയത്തിലേക്ക് പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയ ആളുകളാണ് K. കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, AK. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയവർ K. കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, AK. ഗോപാലൻ. ഇതിനെ തുടർന്ന് 1931 സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചു. അപ്പോൾ കേരളത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ച ദിവസം, തെറ്റിക്കരുത്, 1931 സെപ്റ്റംബർ 25. തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു 1931 നവംബർ 1. തെറ്റിക്കരുത്, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യത്തോടു കൂടി 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സമര നായകരെ കുറിച്ചാണ്. ഒന്നാമത്തെ ആൾ K. കേളപ്പൻ. വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യം പഠിക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി K. കേളപ്പനാണ്. ഉറപ്പ് ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി K. കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ
സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. പരീക്ഷയ്ക്ക് ചോദിക്കേ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പൻ, ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിക്കും, കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ ആശീർവാദം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ വ്യക്തിയും കെ കേളപ്പനാണ്. പിന്നീട് കെ കേളപ്പൻ നിരാഹാരം കിടന്നപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ നിരാഹാരം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ. അപ്പോൾ കെ കേളപ്പനുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ ഇതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചു, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി അഥവാ കാര്യദർശി, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ ആൾ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുൻവശം നിരാഹാരം കിട്ടുന്ന വ്യക്തി, ഇതെല്ലാം കെ കേളപ്പനാണ്. ഓക്കെ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഇനി അടുത്തത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് തെറ്റിക്കരുത്. 1 മാർക്കാണ്, ബേസ് മാർക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ് AK ഗോപാലൻ. അതിനുശേഷം TS തിരുമുമ്പ്, T സുബ്രഹ്മണ്യ തിരുമുമ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി പയ്യന്നൂർ, കണ്ണൂരാണേ, കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് T സുബ്രഹ്മണ്യ തിരുമുമ്പ്. അതുപോലെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത ആളാണ് T സുബ്രഹ്മണ്യ തിരുമുമ്പ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ, കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ച വ്യക്തിയാണ് TS തിരുമുമ്പ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന അവസരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ മണിയടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ബ്രാഹ്മണർക്ക് മാത്രമാണ്. ആ ഒരു ആചാരം ലംഘിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി മണിയടിച്ച ബ്രാഹ്മണനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് P കൃഷ്ണപിള്ള. പരീക്ഷയ്ക്ക് ചോദിക്കും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ അബ്രാഹ്മണനായ വ്യക്തിയാര്? P കൃഷ്ണപിള്ള. അന്ന് ക്ഷേത്ര പരിപാലകരുടെ മർദ്ദനത്തിന് P കൃഷ്ണപിള്ള ഇരയായി. അതിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്, നട്ടലുള്ള നായർ മണിയടിക്കും, എച്ചിൽ തിന്നുന്ന നായന്മാർ മണിയടിച്ച നായരുടെ പുറത്തിട്ടടിക്കുമെന്നാണ്. അതായത് നട്ടലുള്ള നായർ മണിയടിക്കുകയും എന്നാൽ അതിനകത്ത് എച്ചിൽ തിന്നുന്ന കഴിയുന്ന നായന്മാർ മണിയടിച്ച നായരുടെ പുറത്തടിക്കും എന്ന് പറഞ്ഞ ആളാണ് P കൃഷ്ണപിള്ള. പരീക്ഷയ്ക്ക് ചോദിക്കും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖ വിതരണം ചെയ്ത ആളാണ് VT ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖ വിതരണം ചെയ്ത വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 2 വനിതാ നേതാക്കളാണ്. ഒന്ന് ആര്യ പള്ളം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ 10ാം ദിവസം വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രസംഗം നടത്തുകയും ചെയ്ത ഒരു നേതാവാണ് ആര്യ പള്ളം. പിന്നെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK ഗോപാലൻ അറസ്റ്റ് വരിച്ചപ്പോൾ അതിന് പകരം വോളണ്ടിയർ ക്യാപ്റ്റനായ വനിതയാണ് PM കമലാവതി. ആരാണ്? PM കമലാവതി. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പഠിക്കാം, തെറ്റിക്കരുതേ. K കേളപ്പൻ ഉറപ്പായിട്ട് പഠിക്കണേ. K കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. 1931 വടകര വച്ചു നടന്ന KPCC സമ്മേളനത്തിൽ, അതിൻ്റെ പ്രത്യേകത ആ സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് K കേളപ്പനാണ്. പഠിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ ആൾ K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1932 സെപ്റ്റംബർ 21 മുതൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ചോദിക്കും, 32 സെപ്റ്റംബർ 21 മുതൽ സത്യാഗ്രഹം അവസാനിച്ച ഒക്ടോബർ 2 വരെ നിരാഹാരം കിടന്നത് K കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങി നിരാഹാരം അവസാനിപ്പിച്ചു. ഓക്കെ. നെക്സ്റ്റ്, T സുബ്രഹ്മണ്യ തിരുമുമ്പ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ, കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ച വ്യക്തിയാണ് T സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 1931 ഒക്ടോബർ 21 മുതൽ ഒക്ടോബർ 31 വരെ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർ വരെ സത്യാഗ്രഹ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് T സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. ഈ ജാഥയിൽ K കേളപ്പൻ, AK ഗോപാലനും നേതൃനിരയിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 4 വരികൾ ഇപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളും പ്രസംഗത്തിൽ ഉപയോഗിക്കാറുണ്ട്.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരിക്കൽ പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം കടമെടുത്തത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ 4 വരികളാണ്. അത് ഏതാണ് വരി? തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം എന്ന് പാടിയ കവിയാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ്. തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കുന്നതല്ല വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം എന്ന് പാടിയ കവി സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. പിൽക്കാലത്തത് VS ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചതോടുകൂടി ഈ വരികൾ പ്രശസ്തമായി മാറുകയും ചെയ്തു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്. അതിനുശേഷം AK ഗോപാലൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. ടി സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർക്കുള്ള സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തു. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് P കൃഷ്ണപിള്ള, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ അബ്രാഹ്മണൻ. ഉശിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന് പറഞ്ഞത് P കൃഷ്ണപിള്ളയാണ്. ഉശിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന് പറഞ്ഞത് P കൃഷ്ണപിള്ളയാണ്. ഇതുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് VT. വാഗ്ഭടാനന്ദൻ ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രശസ്തനായ നവോത്ഥാന നായകനാണ്. തെറ്റിക്കരുത്, ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രശസ്തനായ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് ആര്യ പള്ളം. പിന്നെ അതുപോലെ PM കമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK ഗോപാലൻ അറസ്റ്റ് വരിക്കപ്പെട്ടപ്പോൾ പകരം വോളണ്ടിയർ ക്യാപ്റ്റൻ പദവിയിലെത്തിയ വ്യക്തിയാണ് PM കമലാവതി. ഇത്രയുമാണ് സമര നേതാക്കളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ജനഹിത പരിശോധന നടത്തി. ഇമ്പോർട്ടൻ്റ് ആണേ. കേരളത്തിൽ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത്? എക്സാമിന് ചോദിക്കും. കേരളത്തിൽ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത്? തെറ്റിക്കരുത്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടന്നു. ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തത് C രാജഗോപാലാചാര്യാണ്. ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തത് C രാജഗോപാലാചാര്യാണ്. ജനഹിത പരിശോധന പ്രകാരം 77% സവർണർ, അതായത് ഉയർന്ന ജാതിക്കാർ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചെങ്കിലും ക്ഷേത്രപ്രവേശനം നൽകാൻ അന്നത്തെ ഭരണകൂടം അനുമതി നൽകിയില്ല. ഈ ജനഹിത പരിശോധനയിൽ സവർണറുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. 77% സവർണർ പറഞ്ഞു താഴ്ന്ന ജാതിക്കാരെയും അമ്പലത്തിനകത്ത് കയറ്റണമെന്ന്. പക്ഷേ ഭരണകൂടം സമ്മതിച്ചില്ല. തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ K കേളപ്പൻ നിരാഹാരം കിടക്കുന്നു. 1932 സെപ്റ്റംബർ 21 മുതൽ നമ്മൾ പഠിച്ചു. അത് ഒക്ടോബർ 2 ആയപ്പോൾ ഗാന്ധിജി ഇടപെട്ട് നിരാഹാരം അവസാനിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയുടെ ആവശ്യം വന്നു. തുടർന്ന് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചു. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം പൂർണ്ണമായും ഒരു വിജയമായിരുന്നില്ല, എന്നാലും ഭാവിയിലെ ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾക്ക് വഴിതെളിച്ച സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നീട് എപ്പോഴാണ് ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശനം ലഭ്യമായത്? 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ചത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ച വർഷം ചോദിച്ചാൽ അത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന 1947 ജൂൺ 2 അല്ലാതെ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞുടനെ എന്നും ക്ഷേത്രപ്രവേശനം ലഭിച്ചിട്ടില്ല. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട വസ്തുതകൾ ഇത്രയുമാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രീധര മേനോൻ സാറിൻ്റെ കേരള ചരിത്രത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഐക്യത്തിനായി നടന്ന മറ്റൊരു വലിയ സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹത്തിൻ്റെ നേതാവ് K കേളപ്പനും സന്നദ്ധ സംഘം, അതായത് വോളണ്ടിയേഴ്സിൻ്റെ സംഘം, അതിൻ്റെ ക്യാപ്റ്റൻ AK ഗോപാലനുമായിരുന്നു. സത്യാഗ്രഹം ഭാരതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ചു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ സത്യാഗ്രഹികളെ സഹായിക്കാൻ ഗുരുവായൂരിലെത്തി. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിരുന്ന സാമൂതിരി ക്ഷേത്രപ്രവേശനത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ് സ്വീകരിച്ചത്. സത്യാഗ്രഹത്തിൻ്റെ എതിരാളികൾ ഡിസംബർ 26 AK ഗോപാലൻ്റെ മേൽ നടത്തിയ കയ്യേറ്റം ജനങ്ങളെ വികാരക്ഷുബ്ധരാക്കുകയും അവർ പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിൽ
കടക്കാൻ ഉരുമ്പിടുകയും ചെയ്തു. 1 മാസത്തോളം പൂജകളെല്ലാം നിർത്തിവെച്ചു, ക്ഷേത്രം അടച്ചിട്ടു. സത്യാഗ്രഹം 10 മാസം ചെന്നപ്പോൾ കെ കേളപ്പൻ 32 സെപ്റ്റംബർ 22 എന്നാണ് ശ്രീധരമേനോൻ സാറിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. PSC ആൻസർ സെപ്റ്റംബർ 21. അപ്പോൾ 21 ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ മാത്രം 22 എഴുതിയായി. 22 ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര വ്രതം തുടങ്ങി. 32 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുവാൻ പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി. C രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് ജനങ്ങളിൽ 70%, കറക്റ്റായിട്ട് പറഞ്ഞാൽ 77% അനുകൂലികളായിരുന്നു. ഇങ്ങനെ അടിയന്തരമായ ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടെങ്കിലും ഐത്തോച്ചാടനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഇത് സഹായകമായി എന്ന് ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവച്ചതാണ്. നെക്സ്റ്റ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് +2-ന് 1931-32 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 31 നവംബർ 1 കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമകാരികളായ സവർണർ AK ഗോപാലൻ, P കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനു വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു. ഇത്രയും വസ്തുതകളാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.